ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു പൂക്കുറ്റിയപ്പം ഉണ്ടാക്കിയെടുത്താലോ? പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൂക്കുറ്റിയപ്പമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 അല്ലെങ്കിൽ ഒരു 1.25 കപ്പ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില പൊടികൾക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണിത്. പണ്ടുകാലം മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പൂക്കുറ്റിയപ്പമാണ്. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് ഈ അരിപ്പൊടി ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ആ വെള്ളം ഒന്ന് വറ്റിപ്പോകും. അപ്പോൾ നമ്മളുടെ മാവ് നല്ലപോലെ നമുക്ക് പാകത്തിനുള്ള പരുവത്തിലായി കിട്ടില്ല. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കയ്യിൽ എടുത്തിട്ട് ഇതിങ്ങനെ തൊടുമ്പോൾ എല്ലാം നല്ലപോലെ വെന്ത മാതിരി നമുക്ക് കിട്ടണം. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ല വരിക്കച്ചക്ക ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയിലേക്ക് ഈ വരിക്കച്ചക്ക ചേർത്ത് കൊടുക്കാം. ചക്കയ്ക്ക് പകരം നമ്മൾക്ക് ചെറുതായി അരിഞ്ഞ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പഴം, ഈത്തപ്പഴമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏലക്കായ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ഏലക്കായ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ഈ അടയ്ക്ക് ഏലക്കായ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ചക്ക ചേർക്കുന്ന അടയ്ക്കൊന്നും ഇവിടെ ഏലക്കായ ചേർക്കാറില്ല. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത്. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ഉണ്ടാക്കുന്നത് പ്ലാവിലയിലാണ്. പ്ലാവില നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ടിയെടുത്തിട്ട് ഒരു ഈർക്കിൽ കമ്പ് വെച്ചിട്ട് ഇതൊന്ന് കുത്തിയെടുക്കാം. ഇതുപോലെ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. വലിയ പ്ലാവിലയാണെങ്കിൽ ഒരു 2 കമ്പ് നമ്മൾക്ക് ഈർക്കിൽ കമ്പ് കുത്തി കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കിയെടുക്കാം. ചക്കയൊക്കെ കഴിക്കാത്ത ഒത്തിരി മക്കളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള വെറൈറ്റികളായിട്ടുള്ള പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. അപ്പോൾ ചക്കയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് അതിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെയുള്ള വെറൈറ്റി പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. എന്നും ഒരേ ഭക്ഷണ രീതിയോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം, നല്ലതാണ്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇളം ചൂടോടുകൂടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒന്നെങ്കിൽ കുറച്ച് പച്ചവെള്ളം നമ്മളുടെ അരികത്ത് വെച്ചിട്ട് ആ പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് ആ ചൂടോടുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ടംബ്ലർ ഉണ്ടാവില്ല, ടംബ്ലർ വെച്ചിട്ട് ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ പ്ലാവിലയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിൽ ഒന്ന് തൊട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ മാവ് നമ്മുടെ ഈ പ്ലാവിലയിൽ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാം. ഈ ചുണ്ടുവിരൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നമ്മൾക്ക് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ചക്കയും തേങ്ങയും ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരം നല്ലപോലെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ശർക്കരയോ ഇല്ല എങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് പഞ്ചസാര പാവ് ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാം. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഈ രീതിയിലാണ് ഇഷ്ടം. നല്ലപോലെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ നല്ലപോലെ റെഡിയാക്കി എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നാടൻ വിഭവങ്ങളാണ് ഞാൻ കൂടുതലും ഇടാറ്. നാടൻ വിഭവങ്ങളോടാണ് എനിക്ക് താല്പര്യം. നാടൻ വിഭവങ്ങളോട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇതൊന്ന് നമ്മൾ ഈ സ്പൂണിൻ്റെ തണ്ട് വെച്ചിട്ട് ഇതിലേക്കൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ പരത്തുന്ന ഇത് കുറച്ച് അകലത്തിൽ പകർത്തിയിട്ട് അതൊന്ന് മടക്കി വെച്ചാലും മതി. ഷുഗർ പേഷ്യൻറ്റിനും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. മാത്രമല്ല നമ്മൾ അരിമാവ് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേർത്തതായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ചക്കയും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 2 ഈ പൂക്കുറ്റിയപ്പം കഴിക്കണമുണ്ട് ഷുഗർ പേഷ്യൻറ്റിനും കൂടുതൽ ഷുഗറൊന്നും കൂടാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി വെക്കണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്. അതിൽ കൂടുതലൊന്നും നമുക്കിത് ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൂക്കുറ്റിയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പണി. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ചൂടോടെ കഴിക്കണതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പൂക്കുറ്റി പോലെ, അതായത് നമ്മൾ കോൺ ഐസ്ക്രീമൊക്കെ കുട്ടികൾ കഴിക്കുന്നത് പോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ് അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.